ഹായ് ഹലോ നമസ്കാരം. ഇന്നേ ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണെന്നറിയോ? കടായി കാന്താരി പ്രോൺസ് ആട്ടോ. നല്ല രുചിയാട്ടോ, ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ. അപ്പോൾ അതിന് വേണ്ടി എടുത്തേക്കുന്ന ടൈഗർ പ്രോൺസ് ആണ്. ടൈഗർ പ്രോൺസ് തന്നെയാട്ടോ ഏറ്റവും നന്നായിട്ട് യോജിക്കുന്നത് ഇതിന്. അതാണ് ഒന്നുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയത്. അപ്പോൾ ഇനി ഇത് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ നടുക്കത്തെ ആ ഷെല്ല് മാത്രമേ കളയുന്നുള്ളൂ. തലയും വാലും ഒക്കെ എടുക്കുന്നുണ്ട്. കാരണം ഈ ഷെല്ലോട് കൂടിയ തലയും വാലും ഒക്കെ ഉള്ളതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ നടുക്കത്തെ ഷെല്ല് കളഞ്ഞ് ആ ഉള്ളിലെ വേസ്റ്റ് എടുത്ത് കളയുക. എന്നിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് ഇങ്ങനെ വെക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് തുടങ്ങാം. അപ്പോൾ ഒടിഞ്ഞൊന്നും പോവാതെ ഇത് ആ തലയുടെ അവിടുത്തെ ആ വേസ്റ്റും ഒക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഇതിനാവശ്യം കാന്താരിയാണ്. നമ്മൾ കാന്താരി പ്രോൺസ് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം മെയിൻ സാധനം കാന്താരി നിങ്ങൾ എടുക്കുമ്പം നല്ല എരിവുള്ള കാന്താരി ആയിരിക്കുമല്ലോ. കാന്താരിക്ക് നല്ല എരിവുണ്ടല്ലോ. അപ്പോൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച്, പ്രോൺസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കാന്താരിയുടെ അളവ് നോക്കണം. എരിവ് കൂടിപ്പോവരുത്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാനൊരു 20 പ്രോൺസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനി മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമ്മളിതിന് ചതച്ചെടുക്കുകയല്ല, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരിയും ഈ പച്ചമുളകും കൂടെ, കാന്താരി ഒരുപാട് എരിവുള്ളതാണ്, പച്ചമുളക് ഇടണ്ട കേട്ടോ. ഞാൻ 2 ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പിന്നെ കടായി വെക്കുക. ഇതിന് കടായി ഉണ്ടെങ്കിൽ അത് വെക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ അതിലേക്ക് അല്പം ബട്ടറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ബട്ടർ ഉണ്ടെങ്കിൽ അതാണ് ടേസ്റ്റ് കൂടുതൽ. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ച് നല്ല പോലെ വിട്ടു പോവാതെ ഒന്ന് ഇളക്കി നല്ല പോലെ എടുക്കുക. പെട്ടെന്ന് വേവുമല്ലോ. ആ ഒരു കളർ അപ്പം തന്നെ കാണാൻ പറ്റും. ഒരു കളർ ഇങ്ങനെ മാറി വരും. ഒരു ഓറഞ്ച് പിങ്ക് ലൈറ്റ് ഷെയ്ഡ് കയറി വരുമ്പോഴേ അത് വെന്ത് തുടങ്ങുന്നു എന്നാണ് അർത്ഥം. വേവ് കുറവാണല്ലോ. അപ്പോൾ ഇളക്കി ഒരു വിധം ഒന്ന് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഇത് ബട്ടറിലാട്ടോ നമ്മൾ ഇളക്കുന്നത്. ബട്ടർ ഒഴിച്ച് കൊടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അല്ലെങ്കിൽ പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ അത്ര നല്ലതല്ല. അതിനുശേഷം നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന പച്ചമുളക് വേണേൽ ഇട്ടാൽ മതി കേട്ടോ. കാന്താരി നല്ല എരിവാണെങ്കിൽ ഇടണ്ട. കാന്താരി, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വെച്ചിട്ടില്ലേ, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് ഒരുപാട് വേണ്ട, അല്പം കുരുമുളക് മതി. വീണ്ടും ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് കൂടിപ്പോകണ്ട, നമ്മൾ കുറേ സോസൊക്കെ ഒഴിക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കോക്കനട്ട് മിൽക്കാണ്. ഇത് നമ്മൾ ടിൻ മിൽക്ക് ഒഴിക്കുന്ന കേട്ടോ കൂടുതൽ ടേസ്റ്റ്. നമ്മുടെ തേങ്ങ പിഴിഞ്ഞെടുക്കുന്നതിനേക്കാളും ടിൻ മിൽക്കാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം ഇനി ഞാനിതാ ഈ ടിൻ മിൽക്കും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അത് ഫുള്ളും അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിരിഞ്ഞൊന്നും പോവില്ല കേട്ടോ. ടിൻ മിൽക്ക് ആകുമ്പോൾ പിരിഞ്ഞൊന്നും പോവില്ല. നമ്മൾ സാധാ എടുക്കുന്ന കോക്കനട്ട് മിൽക്കില്ലേ, നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത്, അതാണേലൊക്കെ പിരിയാൻ ചാൻസ് ഉള്ളൂ. ടിൻ മിൽക്ക് ഒരിക്കലും പിരിഞ്ഞു പോവില്ല. അപ്പം നല്ലപോലെ ഇളക്കുക. എന്നിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനി ഒന്ന് ചൂടായി വരണം. അന്നേരമാണ് നമ്മൾ ബാക്കി സാധനങ്ങൾ ഇനി ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം പണി കഴിഞ്ഞു കേട്ടോ. വളരെ സിമ്പിളുമാണ്, പെട്ടെന്നുണ്ടാക്കാം. പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാൻ പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബ്രൗൺ ഷുഗറാണ് കേട്ടോ. എന്താണേലും ലേശം ഷുഗർ ഇട്ട് കൊടുത്തോളൂ, നല്ലതാണ്. ഓൾറെഡി പ്രോൺസിനൊരു മധുരം ഉണ്ട്. എന്നാലും കാന്താരി ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ഈക്വലാവാൻ വേണ്ടി ഞാൻ കുറച്ച് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബ്രൗൺ ഷുഗർ. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് സോയാ സോസും ഫിഷ് സോസുമാണ്. ഫിഷ് സോസ് എന്താണേലും ഒഴിക്കണം, അതാണ് അതിൻ്റെ ഒരു ഫ്ലേവർ. അപ്പോൾ ഈ സോയാ സോസിലും ഫിഷ് സോസിലും ഒക്കെ ഉപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഉപ്പ് കുറച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞത്, അല്ലെ ഉപ്പ് കൂടിപ്പോവും. അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലെല്ലാം ഉപ്പിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് വേണമെങ്കിൽ വീണ്ടും ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇതെല്ലാം ഇട്ട് കൊടുത്ത് ആ നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാലിൽ കിടന്ന് വെന്ത് വറ്റി വരണം. അപ്പോൾ ഏകദേശം വറ്റിയിട്ടുണ്ട്. നല്ലപോലെ ഡ്രൈ ആക്കണേ, അങ്ങനെ ആക്കാം. എനിക്കിപ്പോൾ അപ്പത്തിൻ്റെ കൂടെയാണ്, ഞാൻ ചെറിയ ഗ്രേവി പരുവത്തിലാണ്. അപ്പോൾ കറി റെഡി ആയിട്ടോ. അപ്പോൾ ഇനി അപ്പവും കൂടെ ചൂടണം. അപ്പം ചൂടാൻ വേണ്ടി ഞാൻ പാത്രമൊക്കെ വെച്ചു, അപ്പച്ചട്ടി വെച്ചു. അപ്പം മാവും ഒക്കെ റെഡിയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കോംബോ കൊടുക്കുന്ന അപ്പമാണ്. വൈറ്റ് റൈസും നല്ലതാണ്, ചപ്പാത്തി എല്ലാം നല്ലതാണ്. കൂടുതൽ ടേസ്റ്റായിട്ട് സത്യം പറയല അപ്പം കേട്ടോ. ഇതിൻ്റെ കൂടെ അപ്പം അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങൾ എന്താണേലും ഒന്ന് ട്രൈ നോക്ക്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. ഒരു പക്ഷേ ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കിയാലും അടിപൊളിയാണ്, ക്രാബ് ഇങ്ങനെ ഉണ്ടാക്കിയാലും എല്ലാം നല്ല ടേസ്റ്റാട്ടോ. ചിക്കൻ ഈ മെത്തേഡിൽ ഉണ്ടാക്കിയാൽ നല്ല രുചിയാട്ടോ. ചിക്കൻ വെച്ച് വേണേലും ഇങ്ങനെ ചെയ്യാം. ഇതല്ല പ്രോൺസ് കിട്ടിയില്ലെങ്കിൽ ചിക്കൻ വെച്ച് ധൈര്യമായിട്ട് ട്രൈ ചെയ്തോ, നല്ല രുചി ഉണ്ടാവും. അപ്പോൾ എൻ്റെ അപ്പമൊക്കെ റെഡിയായി കിട്ടി, നല്ല പോലെ സെറ്റായിട്ട് വന്നു.
ഇനി അപ്പവും ചുട്ട് കറി റെഡി ആയല്ലോ. അതിന് വേണ്ടിയുള്ള വെയിറ്റ് ചെയ്താണ്. അവിടെ വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു വീഡിയോ എടുത്തുതരാൻ പറഞ്ഞപ്പോഴേ വീഡിയോ എടുത്തുതരാൻ പറ്റാത്തതിൻ്റെ പ്രതിഷേധമാണ് ഞാൻ ഈ കാണിക്കുന്നത്. കിച്ചണിൽ വന്ന് അപ്പായോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ആർക്കും വീഡിയോ എടുത്തുതരാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, മൈൻഡ് ചെയ്യാതെ നിൽക്കണം. പക്ഷേ അന്നേരത്തേക്ക് ഇവിടെ വന്ന് പ്രോൺസ് എല്ലാം വാരിക്കൊണ്ട് പോയിട്ടോ. അങ്ങനെ അപ്പവും പ്രോൺസും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. നല്ല ടേസ്റ്റാട്ടോ, വെറുതെ പറയല്ല. ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയോ. എന്താണേലും നിങ്ങൾ ഒന്ന് ട്രൈ നോക്കിയാൽ എന്നോട് പറയണം കേട്ടോ, കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇത് ചിക്കൻ വെച്ച് വേണമെങ്കിലും ചെയ്യാം, നല്ലതാണ്. ഇനിയിപ്പം കോക്കനട്ട് മിൽക്ക് ഇല്ലെങ്കിൽ ഓക്കെ, നമ്മുടെ മിൽക്ക് വെച്ച് വേണമെങ്കിലും പിരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചാൽ മതി, ഉണ്ടാക്കാം. അപ്പോൾ എന്താണേലും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ അറിയിക്കാൻ മറക്കരുത്. കാന്താരിയുടെ എരിവും ആ പ്രോൺസിൻ്റെ ഒരു മധുരവും എല്ലാം കൂടെ വരുമ്പോഴത്തെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഭയങ്കര നൈസായിട്ടുള്ളൊരു രുചിയാട്ടോ. നാവിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ ടേസ്റ്റ് ഇങ്ങനെ നിൽക്കും, അത്ര നല്ലതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.